നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം ഉണർവിന്റെ പാതയിലാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. സ്കൂളുകളിൽ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ മാറ്റം ഏറ്റവും ശ്രദ്ധേയമാണെന്നും മന്ത്രി. കണ്ണൂർ കുറുമാത്തൂരിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ റിമാൻഡ് ചെയ്തു. പൊക്കുണ്ടിലെ ഹിലാൽ മൻസറിൽ MP മുബിഷിറെയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കോർപ്പറേഷന്റെ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണത്തിന് കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി CPM. ആരോപണം നിഷേധിച്ച് കോൺഗ്രസ്. മാഹി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പണപ്പിരിവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പള്ളൂർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് വാഹന പരിശോധനയ്ക്കിടെ ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചതിൽ പ്രതിഷേധിച്ച്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം ഉണർവിന്റെ പാതയിലാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സ്കൂളുകളിലെ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ മാറ്റം ഏറ്റവും ശ്രദ്ധേയമാണെന്നും മന്ത്രി പറഞ്ഞു. പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ സ്റ്റേജ്, ഗ്രീൻ റൂം എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേജ്, ഗ്രീൻ റൂം ഉദ്ഘാടനം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർ നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ഈ പരിഷ്കാരങ്ങൾക്ക് ഗുണപ്പെടുത്താനും ഈ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിച്ചതിൽ ഏറ്റവും മുഖ്യമായി പങ്കാളിത്തം വഹിച്ച നമ്മുടെ നേതൃത്വമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഠനത്തിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ എത്രയോ അഭിമാനകരമാണ് എന്നെ മനസ്സിലായത്. ഇവിടുത്തെ കുട്ടികളും അതോടൊപ്പം അധ്യാപകരും അവരെല്ലാം ഇവിടെ സന്തുഷ്ടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ തന്നെ ഫണ്ടിൽ എടുത്തിട്ടുണ്ട് ഒരു സ്റ്റേജ് ആൻഡ് ഗ്രീൻ റൂം അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തുക. ഞങ്ങളിങ്ങനെ ഈ പ്രോഗ്രാം നടണമെന്ന് മുഖ്യമന്ത്രി ഓഫീസ് ആവശ്യപ്പെട്ടപ്പോൾ ഇന്നേ ദിവസം വളരെ ബുദ്ധിമുട്ട് പിടിച്ച ദിവസമാണ് എല്ലാവരും. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ കോണ്ടന്റ് വരാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രം മാറ്റി നിൽക്കുമ്പോൾ മണ്ഡലം വിട്ട് ഒരു പ്രോഗ്രാമിൽ പോകുക എന്ന് പറയുന്നത് അത്ര സാധ്യമാകുന്ന കേസല്ല. എങ്കിലും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ അത് പങ്കെടുക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് മാത്രമല്ല, അത് ഒരിക്കലും ഒരു നല്ല രീതിയല്ല എന്നുള്ളൊരു സങ്കല്പം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഓടിയെത്തിയത്. 2-3 പ്രോഗ്രാമിൽ പങ്കെടുത്ത് എനിക്ക് 2 മണിയുടെ ട്രെയിനിൽ മടങ്ങി പോവുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി കേരള പ്രകടനമായിരുന്നു. ആ കേരളപ്പള്ളി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവകേരള പരിപാടിയായിരുന്നു നമ്മുടെ സാധിക്കുന്നത്. മാർച്ചിൽപ്പെട്ടവർ ഒരിടത്ത് എത്താൻ കഴിയാത്തവർ എങ്ങനെ ജീവിക്കും എന്ന നാട്ടമില്ലാതെ ഏറ്റവും കൂടുതൽ വിഷയത്തിൽ വിഭാഗം അവരെ ചേർത്ത് പിടിക്കാനായിട്ടില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആദ്യത്തെ മന്ത്രിസഭ യോഗത്തിൽ നവാഗതരായ മന്ത്രിമാരോട് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട ചുമതലയേൽപ്പിക്കാനുണ്ട്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം ഉണർവിന്റെ പാതയിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ മാറ്റം ഏറ്റവും ശ്രദ്ധേയമാണ്. മനോഹരമായ കെട്ടിട സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും നല്ല ലൈബ്രറികളുമുള്ള നല്ല ലബോറട്ടറികളുള്ള സൗകര്യത്തോടെ വിദ്യാലയം പുതുമോടിയിലായെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് കുട്ടികൾ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചുവരുന്ന സ്ഥിതി ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു. ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് MK രവി ചടങ്ങിൽ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബൈജു നങ്ങാറത്ത്, P സീമ, ധർമ്മടം പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ മോഹനൻ, വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ CV പുഷ്പ, മെമ്പർ K പ്രീത, സ്കൂൾ പ്രധാനാധ്യാപിക VP ലയ, PTA പ്രസിഡന്റ് A രതീശൻ, മദർ PTA പ്രസിഡന്റ് PP ഷിജിന, സ്കൂൾ പാർലമെൻറ്റ് ചെയർപേഴ്സൺ വൈഗ റിജേഷ്, സ്റ്റാഫ് സെക്രട്ടറി K ഷിജീഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ T അനിൽ, C ഗിരീശൻ, PT സനൽ, അജയൻ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ കുറുമാത്തൂരിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ റിമാൻഡ് ചെയ്തു.
പൊക്കുണ്ടിലെ ഹിലാൽ മൻസിലിൽ MP മുബഷിറെയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതി പ്രസവാനന്തര മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നാണ് സൂചന. കുളിപ്പിക്കുന്നതിനിടെ കുഞ്ഞ് അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീണെന്നായിരുന്നു മുബഷിറയുടെ ആദ്യ മൊഴി. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മരണത്തിൽ ദുരൂഹത പോലീസ് ഉറപ്പിച്ചിരുന്നു. കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കിണറിന്റെ മുകൾ ഭാഗം ഇരുമ്പ് ഗ്രില്ലും വലയും കൊണ്ട് പൂർണ്ണമായി മൂടിയിരുന്നു. ഇതാണ് പോലീസിനെ സംശയത്തിലാക്കിയത്. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് പോലീസ് മനസ്സിലാക്കിയത്. തുടർന്നാണ് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം കൊലപാതക കാരണം എന്താണെന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കുടുംബ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും ക്രൂരകൃത്യത്തിലേക്ക് നയിക്കാൻ മറ്റു കാരണങ്ങളൊന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. കണ്ണൂർ കോർപ്പറേഷന്റെ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണത്തിന് കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി CPM. നടപടിക്രമങ്ങൾ അട്ടിമറിച്ച് ഒരു കമ്പനിക്ക് ടെൻഡർ നൽകാൻ ശ്രമിച്ചുവെന്നാണ് രേഖകൾ വെച്ച് CPM വാദിക്കുന്നത്. ആരോപണം നിഷേധിക്കുകയാണ് കോർപ്പറേഷൻ അധികൃതർ. കണ്ണൂർ കോർപ്പറേഷൻ മേയർക്കെതിരെ കൈക്കൂലി ആരോപണവുമായി CPM. 140 കോടിയുടെ ടെൻഡർ അഴിമതി മേയർ നടത്തിയെന്നാണ് CPMന്റെ ആരോപണം. മലിനജല സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണത്തിന് കരാർ നൽകിയതിലാണ് CPM അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയത്. 40 കോടി രൂപയുടെ ടെൻഡർ ഭരണസമിതി 140 കോടിയാക്കി മാറ്റിയെന്നാണ് ആരോപണം. ആരോപണങ്ങൾക്ക് രേഖകൾ തെളിവാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നത്. 9 എലിമിനേഷൻ പ്രോസസ്സാണ്. ഒരു പ്രത്യേക കമ്പനിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് 9 കണ്ടീഷനുകളാണ്. ആ 9 കണ്ടീഷനുകളിലൂടെ മറ്റ് കമ്പനികളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒഴിവാക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാ, കൈക്കൂലി വാങ്ങാൻ വേണ്ടിയല്ലേ? കോടികളുടെ അഴിമതിയല്ലേ ലക്ഷ്യം? ആ കോടികളുടെ അഴിമതിയിൽ എത്ര കോടികൾ പോക്കറ്റിൽ പോയി എന്നും എത്ര ബാക്കി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് എന്നും അതിനുവേണ്ടി എത്രയാണ് പറഞ്ഞു വെച്ചത് എന്നും മേയർ പറയട്ടെ, ബന്ധപ്പെട്ടവർ പറയട്ടെ. ഇപ്പം എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്ന പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യട്ടെ. ഫയൽ ചെയ്യുകയാണ് വേണ്ടത്, ചെയ്യട്ടെ. ധൈര്യമുണ്ട്, ഞാൻ വീണ്ടും പറയുകയാണ്, അദ്ദേഹം ഫയൽ ചെയ്യട്ടെ. ആ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള രേഖകൾ കൃത്യമായിട്ട് കോടതിയിലെത്തും. വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിലുണ്ടാകുമെന്നും CPM അവകാശപ്പെടുന്നു. എന്നാൽ ആരോപണം പൂർണ്ണമായും മേയർ മുസ്ലിം മഠത്തിൽ തള്ളിക്കളയുകയാണ്. ഇടതുപക്ഷവുമായി ബന്ധമുള്ള കമ്പനികൾക്ക് കൊള്ളയടിക്കാൻ അവസരം നൽകാത്തതിനാലാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് മുസ്ലിം മഠത്തിൽ പറയുന്നത്. കരാറിൽ ഇതുവരെ ഒപ്പുവച്ചിട്ടില്ലെന്നും മേയർ വിശദീകരിക്കുന്നു. മാഹി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പണപ്പിരിവിൽ പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ പള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പള്ളൂരിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ബൈപ്പാസിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന അധ്യാപിക രമിത മരണപ്പെട്ടത്. മാഹി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പണപ്പിരിവിൽ പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ പള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പള്ളൂരിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ബൈപ്പാസിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന അധ്യാപിക രമിത മരണപ്പെട്ടത്. രമിതയുടെ മരണത്തിന് കാരണമായ പോലീസിന്റെ പണപ്പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. DYFI മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം റോഷിദ് ഉദ്ഘാടനം ചെയ്തു. കേവലം ഒരു അപകട മരണം എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ആ അപകട മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പള്ളൂരിലെ പോലീസുകാരാണ് ആണെന്നാണ് നാട്ടുകാരും DYFI ആരോപിക്കുന്നത്. അതിനിടയായ സാഹചര്യം എന്നത് പള്ളൂരിനകത്ത് മാഹി ബൈപ്പാസിനകത്ത് ആ സ്ഥലത്ത് റോഡിനകത്ത് ചേർന്ന് നിന്നുകൊണ്ട് കൃത്യമായുള്ള പണപ്പിരിവ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം മാറിയിരിക്കുകയാണ്. കൃത്യമായൊരു പകൽക്കൊള്ള എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ വേണ്ടി സാധിക്കും. പട്ടാപ്പകൽ വെളിച്ചത്ത്
ഒരു ഉളുപ്പുമില്ലാതെ കൈക്കൂലി വാങ്ങി കീശയിലിടുന്ന പോലീസുകാരായിട്ട് പള്ളൂരിലെ ഇവിടെ പോലീസുകാർ മാറിയിട്ടുണ്ട്. എല്ലാ പോലീസുകാരും ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ ഈ പോലീസ് സേനക്കകത്ത് ഈ പോലീസ് സേനയെ കളങ്കം വരുത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ ആളുകളെ നിലക്ക് നിർത്താൻ അധികാരികൾ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. ഈ മതിലും കടന്ന് നിങ്ങളെ ഗേറ്റും പൊളിച്ച് ഉള്ളിൽ കയറണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും കയറും. ആ SIയെ പിടിച്ച് പുറത്തുനിന്ന് തീരുമാനിച്ചാൽ അതും നമ്മൾ ചെയ്യും. അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള സമര സംവിധാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് മാത്രമേ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. TK രാഗേഷ്, V ജനാർദ്ദനൻ, ഷറഫ്രാസ് എന്നിവർ സംസാരിച്ചു. ധർമ്മടം മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ആദരിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷൻ അഗസ്റ്റിൻ മുഖ്യമന്ത്രിയുടെ ഉപഹാരം സമ്മാനിച്ചു. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആദരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ധർമ്മടം മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധ്യക്ഷന്മാരെ സേവനമനുഷ്ഠിച്ചവരെയും എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത എന്നിവരെയുമാണ് ആദരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഉപഹാരം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മാനിച്ചു. പിണറായി കൺവെൻഷൻ സെന്ററിലെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഈ ക്യാബിനറ്റിൽ ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ ഗവൺമെന്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്കൊന്ന് പോകണം, അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തണം. ആദ്യത്തെ ക്യാബിനറ്റ് ഞങ്ങൾക്ക് നവാഗതരാണ്, പറയുന്നതിനെ കുറിച്ച് അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ഇത്രയും ഒരു എക്സസൈസ് ചെയ്ത് തീർക്കും നമ്മൾ ആരും വിചാരിച്ചു. എത്ര കാലഘട്ടം കൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാർ പഞ്ചായത്ത് പ്രസിഡന്റാണല്ലോ. നമ്മൾ ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുത്തിയല്ലോ, ഒരു ദിവസം കൊണ്ട് ഇറങ്ങി വഴിയിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടി പിടിച്ച് ഒരു വാർഡിനകത്ത് കേട്ട് വെച്ച് പണം കൊടുത്തുകൊണ്ടല്ലോ ചെയ്ത് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ കൂടെ ജോലി ചെയ്തതാണോ അതിനെ നമ്മളൊരു 0 ഇലക്ഷനിലേക്ക് കൊണ്ടുവന്ന് വെച്ചത് നമ്മൾ ഓർക്കും. ആ ഒരു കാഴ്ചപ്പാടൊപ്പം 50 രൂപയുടെ കെട്ടിടങ്ങളെ വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ ലോകം മുഴുവൻ കീഴടക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ജീവൻ പാർശ്വവൽക്കരിക്കപ്പെട്ട് വഴി കിടക്കുന്നെങ്കിൽ നമ്മുടെ വികസനം പൊതുവിൽ പൂർണ്ണമാവില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഒരുപക്ഷെ നമ്മുടെ നവകേരളത്തിൻ്റെ ചിന്തയിലെ ഒരു പുതിയ കൺസെപ്റ്റാണെന്ന് മാത്രമല്ല, അതൊരു ദാർശനികമായ മാറ്റത്തിന് ഇടം കൊടുത്ത അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. അതൊക്കെയാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. നവംബർ മാസം 1-ാം തീയതി ആയപ്പോൾ കേരളത്തിൽ അത് മുഖ്യമന്ത്രി തന്നെ നിയമസഭ വിളിച്ചു അനൗൺസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ലോകത്തെങ്ങനെ ഉണ്ടെങ്കിൽ ചൈനയിൽ എവിടെ 1-2 സ്ഥലങ്ങളിൽ പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ നാടിൻ്റെ ഓരോ സ്പന്ദനങ്ങളും ആദ്യം അറിയുന്നവരായി ജനങ്ങളുടെ കൂടെ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ ജനപ്രതിനിധികൾക്ക് സാധിച്ചെന്നും അതിദാരിദ്ര്യമുക്തം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി വിജയിപ്പിക്കാൻ സാധിച്ചത് ജനപ്രതിനിധികളുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ, മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ T സജിത, NK രവി, AV ഷീബ, KP ലോഹിതാക്ഷൻ, PV പ്രേമവല്ലി, K ഗീത, K ദാമോദരൻ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശ് ഭാസ്കർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ K പ്രദീപൻ, NK സിജിൻ തുടങ്ങിയവർ പങ്കെടുത്തു. പിണറായി പഞ്ചായത്ത് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനം ചെയ്തു. നാടിനെ സംരക്ഷിക്കാൻ ഉതകുന്ന പദ്ധതികൾ ജൈവ വൈവിധ്യങ്ങളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുത്തി നടത്താൻ സാധിക്കുന്നു എന്നതാണ് സുസ്ഥിര വികസനത്തിന് ഏറ്റവും നല്ല മാതൃകയെന്ന് മന്ത്രി പറഞ്ഞു. പിണറായി പഞ്ചായത്തിന്റെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പ്രകാശനം ചെയ്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ ഏറ്റുവാങ്ങി. നാടിനെ സംരക്ഷിക്കാൻ ഉതകുന്ന പദ്ധതികൾ ജൈവ വൈവിധ്യങ്ങളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുത്തി നിർത്താൻ സാധിക്കുന്നതാണ് സുസ്ഥിര വികസനത്തിന് ഏറ്റവും നല്ല മാതൃകയെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ഉതകുന്ന പദ്ധതികൾ അത് ജൈവ വൈവിധ്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇഴുകിച്ചേർക്കാൻ കഴിയും എന്നുള്ളതാണ് സസ്റ്റൈനബിളായ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു മാതൃക. അതും കൂടെ വരുമ്പോഴാണ് സന്തുലനാവസ്ഥ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഏതൊരു കാര്യത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ അത് പാലിക്കപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അനുദിനമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ക്ലൈമറ്റിക് ചേഞ്ച് അതിൻ്റെ മാറ്റങ്ങളിലേക്ക് കൂടി നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തക്ക വിധത്തിലുള്ള പ്രയോജനകരമായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഭാവനാപൂർണ്ണമായി അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചു. അത് തയ്യാറാക്കിയ ഗ്രാമപഞ്ചായത്തിനെയും സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. KK രാജീവൻ ചടങ്ങിൽ അധ്യക്ഷനായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശ് ഭാസ്കർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ K പ്രദീപൻ, NK സിജിൻ, പഞ്ചായത്ത് സെക്രട്ടറി ലെവിൻ വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. ദേശീയ സ്കൂൾ കബഡി ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട
പി അഭിരൂപിന് ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം ഒരുക്കി. +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് അഭിരൂപ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് കെ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഒരു വലിയ നേട്ടമാണ്. നാഷണൽ താരം ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടുത്തെ അധ്യാപകരും, പ്രത്യേകിച്ച് ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ഉൾപ്പെടെ എല്ലാവരും കേരളത്തോളമോ ഒരു പക്ഷേ ദേശീയ തലത്തിലേക്ക് ഉയരുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരെയും ഒരു ആത്മാഭിമാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കായിക താരമാണ് ശ്രീ അഭിരൂപ്. അഭിരൂപിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അഭിരൂപിലൂടെ നമ്മുടെ സ്കൂളുകൾ അറിയപ്പെടുന്ന, നമ്മുടെ സ്കൂൾ അറിയപ്പെടുകയാണ്, നമ്മുടെ പഞ്ചായത്ത് അറിയപ്പെടുകയാണ്, നമ്മുടെ പ്രദേശമാകെ അറിയപ്പെടുന്ന, നമ്മുടെ ജില്ല അറിയപ്പെടുകയാണ്. ആ നിലയിലേക്കാണ് ഒരു കായിക താരം വളർന്നു വരുന്നത്. പനിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണിലാൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് നസീർ ഇടവലത്ത്, സ്കൂൾ മാനേജർ എ കലേഷ്, പ്രധാനാധ്യാപകൻ KP ജയരാജൻ, കബഡി കോച്ച് പ്രിൻസ് അനിൽ, സ്റ്റാഫ് സെക്രട്ടറി T ജലേഷ്, K സനിൽ, ലിതേഷ് കോളയാട് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ J ഇന്ദിര സ്വാഗതവും PK ഷാജു നന്ദിയും പറഞ്ഞു. P അഭിരൂപ് മറുപടി പ്രസംഗം നടത്തി. ബാക്കിയുള്ള അനുമോദനങ്ങളൊക്കെ മറ്റൊരു വിശാലമായ സ്വകാര്യ ബസ്സുകൾ ഇല്ലാതാക്കാൻ ഗതാഗത മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഇത്തരം നടപടികൾ തുടരുന്ന പക്ഷം ബസ്സുകൾ സർവീസ് നടത്തുന്നത് നിർത്തിവെച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്വകാര്യ ബസ്സുകളെ ഇല്ലാതാക്കാൻ ഗതാഗത മന്ത്രിയും മോട്ടോർ വകുപ്പും ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഈ നടപടിയിൽ നിന്നും വകുപ്പ് മന്ത്രിയും ഉദ്യോഗസ്ഥരും പിറകോട്ട് പോയില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തുന്നതുൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകേണ്ടി വരുമെന്ന് ഉടമസ്ഥർ മുന്നറിയിപ്പ് നൽകി. ബസ് വ്യവസായം ഇന്ന് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ വിഷയം സംബന്ധിച്ച് ഇതിന് മുന്നേ പലതവണ സംസാരിച്ചെങ്കിലും അതുപോലെ തന്നെ നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കളെയും അതുപോലെ പ്രതിപക്ഷ MLA-മാരെയും പ്രതിപക്ഷ പാർട്ടികളെയും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ നിരവധി തവണ ഞങ്ങളുടെ നിവേദനം നൽകുകയുണ്ടായി. പക്ഷേ നാളിതുവരെയായിട്ട് അതിന് യാതൊന്നിനും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നാൾക്കുനാൾ ഈ വ്യവസായത്തെ ഉപദ്രവിക്കുന്ന രൂപത്തിലുള്ള ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉത്തരവുകൾ കാരണം ഒരു ദിവസം പോലും ഈ സർവീസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 14 വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണം, അതുപോലെ 1 രൂപ എന്നുള്ളതിൽ നിന്ന് മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ നമ്മൾ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ 2 പ്രാവശ്യവും അതുപോലെ അതിനുശേഷം ജസ്റ്റിസ് രഘുറാം കമ്മീഷനും റിപ്പോർട്ട് നൽകുകയുണ്ടായി. 2 വർഷത്തിൽ കൂടുതലായി അതിന് യാതൊരു നടപടിയും എടുക്കാതെ സർക്കാർ അത് പൊടിപിടിച്ചും കൊണ്ട് അവിടെ കിടക്കുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 14 വർഷമായി വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന തങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നില്ലെന്നും ഇതിനെതിരെയും പ്രതിഷേധം ശക്തമാക്കുമെന്നും ഉടമസ്ഥർ പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി കർക്കശമാകുമ്പോൾ KSRTC യഥേഷ്ടം നിയമലംഘനം നടത്തുകയാണെന്നും ബസ് ഉടമസ്ഥർ കുറ്റപ്പെടുത്തി. വകുപ്പ് മന്ത്രി KSRTCയുടെ മാത്രം മന്ത്രിയായി മാറുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. എല്ലാം തന്നെ ഒരു ഭാഗത്ത് പ്രൈവറ്റ് ബസ്സുകൾക്ക് ബാധകമാക്കുമ്പോൾ ഇവിടെ നടത്തുന്ന KSRTC ബസ്സുകൾക്ക് അതിനെ പരിശോധിക്കാനോ ഇതെല്ലാം ഉണ്ടോ, ക്യാമറ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് PCC ഉണ്ടോ, ഇതൊന്നും പരിശോധിക്കാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാതെ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളെ മാത്രം ഉപയോഗിക്കുന്ന രീതി. കാരണം ഇവിടെ ഒരു ഗതാഗത മന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുഗതാഗതം സംരക്ഷിക്കാനുള്ളതാണ്. ഈ മന്ത്രി ഇപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ കേവലം KSRTCയുടെ മന്ത്രി മാത്രം ആയി മാറിയിരിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം തന്നെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ, ഞങ്ങളെ ഉപദ്രവിക്കുന്നതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചും കൊണ്ട് ഇനിയും ബസ് നിർത്തിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിൽ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും
അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നും ഉടമസ്ഥർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ കെ വേലായുധൻ, കെ ഗംഗാധരൻ, ടി പി പ്രേമനാഥൻ, കെ ദയാനന്ദൻ, എൻ പി വിജയൻ, കെ പ്രേമാനന്ദൻ, കെ കെ ജനചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഹാളിലാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. ശൈലജ ഉദ്ഘാടനം നിർവഹിച്ചു. സ്പീക്കർ AN ഷംസീറിന്റെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,15,00,000 ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതമായി 75 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്.
നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. പാനൂർ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഭരണസമിതി വന്ന അന്ന് മുതൽ ബ്ലോക്കിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നത് ഏറ്റവും ആസൂത്രിതമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ജനപ്രതിനിധികളും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 5 വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ നേരത്തെ ഞങ്ങൾക്ക് ബ്ലോക്കിന് തനതായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് വളരെ പരിമിതമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആസ്തികൾ ആർജിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. പനന്നൂർ PHC പാനൂർ ബ്ലോക്കിൻ്റെ ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടും അതിനൊരു പുതിയ കെട്ടിടം ബഹുമാനനായ അഡ്വക്കേറ്റ് സ്പീക്കറുടെ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണഘട്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ. ചെമ്പാട് സ്ഥിതി ചെയ്യുന്ന പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് മുകളിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,15 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതമായി 75 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത്. പനിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK ഷമി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം E വിജയൻ മാസ്റ്റർ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി TD തോമസ്, മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ, K കുഞ്ഞബ്ദുള്ള, KK ബാലൻ, ഭാർഗവൻ മാസ്റ്റർ, PK ഹനീഫ്, പനിന്നൂർ രാമചന്ദ്രൻ, സന്തോഷ് ഒടക്കാത്ത്, ജയരാജൻ മാസ്റ്റർ, K പ്രിയ, TT റംല, രമേശ് കണ്ടോത്ത്, KP ശശിധരൻ, സജീന്ദ്രൻ മാസ്റ്റർ, N പ്രസീത എന്നിവർ സംസാരിച്ചു. പാനൂർ നഗരസഭ സെൻട്രൽ എലാങ്കോട് വാർഡിലെ 3 റോഡുകൾ നാടിന് സമർപ്പിച്ചു. പാനൂർ നഗരസഭ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭയിലെ വാർഡ് 9 സെൻട്രൽ എലാങ്കോട്ട് 3 റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മറ്റ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളില്ലാതെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം എന്താണോ അതിനു വേണ്ടി ചെലവിട്ട ഒരു 5 വർഷക്കാലം മുന്നേ 2015 മുതൽ 20 വരെയുള്ള ഭരണസമിതിയുടെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരുന്നതുപോലെ വർക്കിംഗ് ഗ്രൂപ്പുകൾ, നിങ്ങൾ ഇരുന്നതുപോലെ വാർഡ് സഭകൾ, ഇതുപോലെയുള്ള വികസന സെമിനാറുകൾ, അവിടെയൊക്കെ നിർദ്ദേശം തന്നവരാണ് നിങ്ങളൊക്കെ. വൈദ്യുത മേഖലയിൽ, പൊതുമരാമത്തിലായാലും, റോഡിന്റെ കാര്യത്തിലായാലും, വിദ്യാഭ്യാസ മേഖലയിലായാലും, ആരോഗ്യ മേഖലയിലായാലും, ശുചിത്വ മേഖലയിലായാലും, എന്തൊക്കെ നടപ്പിലാക്കണം, കുടിവെള്ള മേഖലയിലൊക്കെ നിങ്ങൾ പറഞ്ഞ് തയ്യാറാക്കിയ കാര്യങ്ങൾ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ TT രാജൻ മാസ്റ്റർ ചെയ്തു. നമ്മൾ അങ്ങനെ ഇരുന്ന് തീരുമാനിച്ച് ചെയ്ത കാര്യങ്ങളുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. എല്ലാ വാർഡുകളും നിങ്ങൾക്കറിയാം. ഇപ്പോ ഇബ്രാഹിമൊക്കെ പറഞ്ഞു, ഒരുപാട് സാങ്കേതിക വിഷയങ്ങളുണ്ട്. ചില റോഡ് ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം റോഡുകളൊക്കെ ഇപ്പൊ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു. പക്ഷെ മഴ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ടാക്സി ഉൾപ്പെടെ AE ഉൾപ്പെടെ സാങ്കേതികപരമായ വിഷയങ്ങളുണ്ട്. ആ റോഡ് താർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് പലതും കോൺക്രീറ്റുകളിലേക്ക് മാറിയത്. കോൺക്രീറ്റ് റോഡുകൾ മഴ ഒന്ന് ഇല്ലാതായാൽ നമുക്ക് കോൺക്രീറ്റുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോൺക്രീറ്റ് റോഡുകളായത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഇബ്രാഹിം ഹാജി ചടങ്ങിൽ അധ്യക്ഷനായി. സെൻട്രൽ എലാങ്കോട് കളത്തിൽമുക്ക് അംഗൻവാടി റോഡ്, കളത്തിൽമുക്ക് കണ്ണങ്കോട് റോഡ്, വേലൻ്റെപട കാറ്റീൻ്റെപട റോഡ് എന്നീ 3 റോഡുകളുടെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. വാർഡ് വികസന സമിതി കൺവീനർ PP സലാം സ്വാഗതം പറഞ്ഞു. TT രാജൻ മാസ്റ്റർ, പത്മനാഭൻ മാസ്റ്റർ, KP അംഷീർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 3 റോഡുകളുടെയും നവീകരണം പൂർത്തീകരിച്ചത്. മേക്കുന്ന് കനകമല റോഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. KP മോഹൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേക്കുന്ന് കനകമല റോഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു.
തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത്. താലൂക്ക് ആശുപത്രി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രിയാണ്. എല്ലാ വിഭാഗം 12 നില കെട്ടിടമുള്ള 12 നിലയുള്ള ആ കെട്ടിടത്തിൽ എല്ലാ വിഭാഗം പറഞ്ഞാൽ അലോപ്പതി രംഗത്ത് എല്ലാ വിഭാഗം ഡോക്ടർമാരുടെയും സേവനം അവിടെ ലഭിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആരോഗ്യ രംഗത്ത്, വ്യവസായ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ തന്നെ നല്ല മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികളാണ് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയും ഒക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള സഹായങ്ങൾ നൽകുക എന്നതാണ് ഞങ്ങളെപ്പോലെ ആളുകളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ജനങ്ങളും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയും മെമ്പറും ഒക്കെ തന്നെ പറഞ്ഞപ്പോഴാണ് ഈ 30 ലക്ഷം രൂപ അനുവദിച്ചു കൊടുത്തത്. എന്തായാലും ഇതിന്റെ പ്രവൃത്തി ഊരാളുങ്കലാണ് എടുത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷനായി. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംസാരിച്ചു. അഷ്റഫ് NV, സജീവൻ മാസ്റ്റർ, ബാലൻ കസ്തൂരിപ്പറമ്പ്, ഖാലിദ് പിലാവുള്ളതിൽ, MN രവി എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ അൻസാർ അണിയാരം സ്വാഗതവും രാജീവൻ മേക്കുന്ന് നന്ദിയും പറഞ്ഞു. പ്രാദേശിക റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തി ആരംഭിച്ചത്. കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ കണ്ണങ്കോട് പച്ചക്കറി ക്ലസ്റ്ററിന് സ്വന്തമായി കിണർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിഞ്ഞമ്പറമ്പത്ത് രാഘവൻ, ജാനു എന്നിവർ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് പഞ്ചായത്ത് കാർഷിക ആവശ്യത്തിനു വേണ്ടി പൊതു കിണർ നിർമ്മിച്ചത്. കുന്നൂത്തുപറമ്പ് പഞ്ചായത്ത് 11ാം വാർഡിലെ കണ്ണങ്കോട് പച്ചക്കറി ക്ലസ്റ്ററിന് സ്വന്തമായി കിണറെന്ന ആഗ്രഹം യാഥാർത്ഥ്യമായി. കരിഞ്ഞപറമ്പത്ത് രാഘവൻ, ജാനു എന്നിവർ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് പഞ്ചായത്ത് കാർഷികാവശ്യത്തിന് വേണ്ടി പൊതുകിണർ നിർമ്മിച്ചത്. KP മോഹനൻ MLA കിണറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണം. അപ്പോൾ വെള്ളം എങ്ങനെ ലഭിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വെള്ളം കിട്ടാറുമില്ല. വെള്ളം ആവശ്യമില്ലാത്ത സമയത്ത് കൂടുതൽ വെള്ളവും എന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുള്ള സ്ഥിതി. അതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തോടുകളൊക്കെ തന്നെ കെട്ടി സംരക്ഷിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷെ അതിപ്പോഴും നടപ്പിലാക്കാൻ സാധിക്കാത്ത രൂപത്തിലാണുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യവും ഉണ്ട് എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്ന് നിലച്ചിരിക്കുകയാണ്. കൂടുതൽ അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കാരണം കൂടുതൽ തോടിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം കൂടുതലായിട്ട് പുറത്തേക്ക് വന്ന് വയലുകളിലൊക്കെ തന്നെ കൃഷി നശിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പം അതിന് പകരമായിട്ട് അത് സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി, ഫിഷിംഗ് ഫാമിങ്ങും ഒക്കെ തന്നെ തുള്ളിനീര് കൃഷിയൊക്കെ തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നത്. K. ലത ചടങ്ങിൽ അധ്യക്ഷയായി. വാർഡ് മെമ്പർ PV അഷ്കർ അലി സ്വാഗതം പറഞ്ഞു. കണ്ണങ്കോട് പച്ചക്കറി ക്ലസ്റ്ററിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. കുന്നൂത്തുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. അനിൽകുമാർ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ശാന്ത, പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ കൂലോത്ത്, ഖദീജ ബക്കയിൽ, K. ഫസീല, KC ജിയേഷ്, സുജല, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PV മൂസ, PP ബാബു, സുരേന്ദ്രൻ കുന്നുമ്മൽ, CK കുഞ്ഞിക്കണ്ണൻ, TP വിജയൻ മാസ്റ്റർ, ജ്യോതി കോമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കരിയാട് പള്ളിക്കുനി കമ്പനിക്കുന്നിൽ 78ാം നമ്പർ ഐശ്വര്യ അങ്കണവാടിയുടെ ശിലാസ്ഥാപനം നടന്നു. KP മോഹൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. കരിയാട് പള്ളിക്കുനി കമ്പനിക്കുന്നിൽ 78ാം നമ്പർ ഐശ്വര്യ അങ്കണവാടിയുടെ ശിലാസ്ഥാപനം നടന്നു. KP മോഹനൻ MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഒരു കേന്ദ്രം നമ്മുടെ കേരളത്തിൽ മറ്റൊന്നിലില്ല. അതാണ് ഏറ്റവും ഇതിനെക്കുറിച്ച് കാണുന്നത്. അംഗനവാടികൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല, വിദ്യാഭ്യാസം ഇന്ന് കുട്ടികൾക്കൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് അംഗൻവാടിയിലൂടെ ആദ്യത്തെ ബാലപാഠം എന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് അംഗൻവാടികൾ മാറുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും അതുപോലെ തന്നെ പ്രായമുള്ള അമ്മമാർക്കും ഒക്കെ തന്നെ അവിടെ ചികിത്സ ലഭിക്കുന്ന ഒരു കേന്ദ്രവുമായിട്ട് മാറുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആരോഗ്യ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ
ഉള്ള ഒരു വലിയൊരു കേന്ദ്രമായിട്ടാണ് അംഗനവാടികളെ കാണുന്നത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ ബിന്ദു മോനാറത്ത് സ്വാഗതം പറഞ്ഞു. KP ചന്ദ്രൻ, P പ്രഭാകരൻ, സന്തോഷ് V കരിയാട്, NCT ഗോപികൃഷ്ണൻ, TM ബാബരാജ് മാസ്റ്റർ, രാജേഷ് പാറക്കെട്ടിൽ, NA കരീം, CK രാഘവൻ, V ബിന്ദു, ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പാനൂർ നഗരസഭ വാർഡ് 34 അണിയാരം വാർഡിലെ പുളിയുള്ളതിൽ കല്ലുങ്കൽ ചന്ദ്രിക റോഡും നമ്പീശൻ വീട്ടിൽ കുണ്ടതിൽ മെഹ്ഫിൽ റോഡും നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭാ വാർഡ് 34 അണിയാരം വാർഡിലെ പുളിയുള്ളതിൽ കല്ലുങ്കൽ ചന്ദ്രിക റോഡിന്റെയും നമ്പീശൻ വീട്ടിൽ കുണ്ടതിൽ മെഹ്ഫിൽ റോഡിന്റെയും ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വാർഡുകളിലും രാഷ്ട്രീയം നോക്കാതെ, വിവേചനം കാണിക്കാതെ ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും സവിശേഷത. അവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണോ അതിന് മുൻഗണന നൽകുക എന്നതായിരുന്നു ഞങ്ങൾ വിജയിച്ചു വന്ന ഭരണസമിതിയുടെ ആദ്യ തീരുമാനം. അതിനുവേണ്ടി നിസ്വാർത്ഥമായ സേവനം നടത്തി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ചാർജ് എടുത്ത അന്ന് മുതൽ ചെയർമാൻ നാസർ മാസ്റ്റർ ഞങ്ങളോടൊക്കെ അന്ന് പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണ ആ സംവിധാനത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മളെല്ലാ ആളുകളും അതാത് വാർഡുകൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, നഗരസഭയിൽ മൊത്തത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏത് മേഖലയിലാണോ ചെയ്യേണ്ടത് അതൊക്കെ. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ഹനീഫ അധ്യക്ഷനായി. നഗരസഭാ മുൻ ചെയർമാൻ V നാസർ മാസ്റ്റർ, കൗൺസിലർ MPK അയൂബ്, നൌഷാദ് അണിയാരം, KP അബ്ദുള്ള, KP ഖാദു, കുഞ്ഞിസൂപ്പി ഹാജി പുളിയുള്ളതിൽ, കുഞ്ഞമ്മദ് ഹാജി, C ബാലൻ, KP സമീർ, മഹറൂഫ് അലി, നജീബ് തുടങ്ങിയവർ സംസാരിച്ചു.
പാനൂർ നഗരസഭ വികസന സദസ്സ് സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്നു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭ വികസന സദസ്സ് സുമംഗലി ഓഡിറ്റോറിയത്തിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പാനൂർ താലൂക്ക് ആശുപത്രിക്ക് ബഹുമാനപ്പെട്ട കഴിഞ്ഞ MLA മന്ത്രിമാരെ വന്നപ്പോൾ ഭൂമി പുതുതായി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആ ഭൂമി കണ്ടെത്തുകയും ഭൂമിയുടെ ഉടമ കണ്ടെത്തി അതിന്റെ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് ഭൂമിയുടെ ഉടമ ഹൈക്കോടതിയിലേക്ക് പോയി അതിന് സ്റ്റേ കൊടുത്തു. ഇത് എടുക്കാൻ പാടില്ല. ഏകദേശം 1 വർഷവും 3 മാസവും എടുത്തു ആ സ്റ്റേ ഓർഡർ ആകാൻ വേണ്ടി. ഓർഡർ വെച്ചിട്ട് 1 വർഷവും 3 മാസവും എടുത്തു. അത് നല്ലൊരു ഇടപെടലിലൂടെ അത് നമുക്ക് അനുകൂലമായിട്ട് വിധി പ്രസ്താവിക്കുകയും ചെയ്തു. വിധി പ്രസ്താവത്തിന് ശേഷം എനിക്ക് 1.5 മാസമേ ആയുള്ളൂ. ഈ കഴിഞ്ഞ 5-6 ദിവസങ്ങൾക്ക് മുമ്പേ കിഫ്ബിയുടെ ആളുകൾ വന്ന് ആ സ്ഥലം പരിശോധിക്കുകയും അതിന് എത്ര വേണം എന്നതിനെ കുറിച്ചുള്ള നഗരസഭാ കൗൺസിലർ CH സ്വാമിദാസൻ അധ്യക്ഷനായി. കില റിസോഴ്സ് പേഴ്സൺ EK പത്മനാഭൻ ആമുഖ പ്രഭാഷണം നടത്തി. KP സജീന്ദ്രൻ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. 5 വർഷത്തെ നഗരസഭയിൽ നടപ്പാക്കുന്ന വികസന രേഖ നഗരസഭാ കൗൺസിലർ KK സുധീർ കുമാർ അവതരിപ്പിച്ചു. P ഹരീന്ദ്രൻ, VP പ്രേമകൃഷ്ണൻ, രാമചന്ദ്രൻ ജോസ്ന, KK ബാലൻ, KP യൂസഫ്, KE കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർ MTK ബാബു സ്വാഗതവും കൗൺസിലർ MB ശ്രീജ നന്ദിയും പറഞ്ഞു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ വാഴക്കന്ന് വിതരണ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തല വാഴക്കന്ന് വിതരണം ചെയ്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P വിജു ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭയിലെ അരയാക്കൂൽ വാർഡ് 31 കളത്തിൽ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭയിലെ അരയാക്കൂൽ വാർഡ് 31 കളത്തിൽ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. നേതൃത്വത്തിൽ ഈ നഗരസഭയുടെ വ്യത്യസ്ത മേഖല നടത്താൻ സാധിച്ചു. തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് എന്നെ കൂട്ടായി ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് നാടിന്റെ എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വാർഡിൽ ഒട്ടനവധി റോഡുകളുടെ പേരൊക്കെ തങ്ങളിവിടെ സൂചിപ്പിച്ചു. പ്രവൃത്തിയുടെ കാര്യങ്ങളിലൊക്കെ നഗരസഭയുടെ ഫണ്ടുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ അത്തരത്തിലുള്ള റോഡുകളും വികസന ഫണ്ടുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. തോക്കോട്ടുവായലിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും മഴ ഒന്ന് നിന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്ത് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഫണ്ടുകൾ കാര്യങ്ങൾ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കരാറൊക്കെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പൂർത്തിയാകുന്നതോടുകൂടി ഏറ്റവും സുഖകരമായി ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതിലേക്ക് ആ റോഡുകളും ഈ റോഡും പൂർത്തീകരിക്കും. വാർഡ് കൗൺസിലർ സൈനുദ്ദീൻ തങ്ങൾ അധ്യക്ഷനായി. മുൻ ചെയർമാൻ V നാസർ മാസ്റ്റർ, MTK ബാലൻ, ബാബു മാസ്റ്റർ, KP സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. മൊകേരി പഞ്ചായത്ത് ഓഫീസിൽ സ്നേഹാദരം പരിപാടി സംഘടിപ്പിച്ചു. കാലാവധി പൂർത്തീകരിക്കുന്ന പ്രസിഡന്റിനും അംഗങ്ങൾക്കും ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് ആദരം പരിപാടി ഒരുക്കിയത്. മൊകേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് ജീവനക്കാർ സ്നേഹാദരവ് നൽകി. 2020-2025 ഭരണ കാലയളവിലെ മൊകേരി പഞ്ചായത്തിലെ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത് ജനങ്ങളെയും പഞ്ചായത്തിലെ വിവിധ ഘടക സ്ഥാപനങ്ങളിലെയും ജീവനക്കാരെ ചേർത്ത് പിടിച്ച ഭരണസമിതിക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഹൃദ്യമായ യാത്രയപ്പാണ് ജീവനക്കാർ ഒരുക്കിയത്. പഞ്ചായത്ത് സെക്രട്ടറി പ്രീത ചെറുവളത്ത് മുഴുവൻ ഭരണസമിതി അംഗങ്ങൾക്കും സ്നേഹോപഹാരമായി മൊമെന്റോ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ, വൈസ് പ്രസിഡന്റ് M രാജശ്രീ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV മുകുന്ദൻ, VP റഫീഖ്, VP ഷൈനി, അംഗങ്ങളായ അനിൽ വള്ളിയായി, P അനിത, N തങ്കം, KC നീഷ്മ, ഷിജിന പ്രമോദ്, KC ഉബൈദ്, N വനജ, സജിലത എന്നിവർ സംസാരിച്ചു. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ രജിൻരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി മനില, മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി സജിത് കുമാർ, കൃഷി ഓഫീസർ സോണിയ, NREG സൂപ്പർവൈസർ ശ്രേയ കീർത്തി, സൂര്യ, സ്നേഹ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും.
കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം ഉണർവിന്റെ പാതയിലാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സ്കൂളുകളിൽ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ മാറ്റം ഏറ്റവും ശ്രദ്ധേയമാണെന്നും മന്ത്രി. കണ്ണൂർ കുറുമാത്തൂരിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ റിമാൻഡ് ചെയ്തു. പൊക്കുണ്ടിലെ ഹിലാൽ മൻസിലിൽ MP മുബിഷിറെയാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കോർപ്പറേഷന്റെ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണത്തിന് കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി CPM. ആരോപണം നിഷേധിച്ച് കോൺഗ്രസ്. മാഹി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പണപ്പിരിവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പള്ളൂർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് വാഹന പരിശോധനയ്ക്കിടെ ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചതിൽ പ്രതിഷേധിച്ച്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.